എന്നാൽ US വിപണിയിലേക്ക് നോക്കുകയാണെങ്കിൽ ബുൾസിന്റെ ഒരു വലിയ റാലി തന്നെയായിരുന്നു കണ്ടതെന്ന് പറയാം. പ്രത്യേകിച്ചും ഡൗ ജോൺസ് ആദ്യമായിട്ട് 39,000 എന്നൊരു മാർക്കിന് മുകളിൽ ക്ലോസിംഗ് നടത്തിയിരിക്കുന്നു. അതിനോടൊപ്പം തന്നെ ഒരു S&P 500 സൂചികയും ഒരു പുതിയൊരു സർവകാല ഉയരം സൃഷ്ടിച്ചിരിക്കുകയാണ്. നാസ്ഡാക്ക് ഏകദേശം 3% നേട്ടം നൽകിക്കൊണ്ടാണ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. ഈ സൂചികളുടെ എല്ലാം റാലിക്ക് പിന്നിൽ എൻവിഡിയും അതുപോലെ AI റിലേറ്റഡ് ആയിട്ടുള്ള ഓഹരികളുടെ മുന്നേറ്റമാണ് എന്ന് തന്നെ പറയാം. ഈ ഒരു റാലി തുടരുന്ന സാഹചര്യത്തിൽ ഇനി അമേരിക്ക വിപണിയിൽ മുന്നോട്ടേക്കുള്ള സാറിന്റെ ഒരു എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? ഇനി ഒരു നിക്ഷേപകൻ ഈ ഒരു വിപണിയിൽ സ്വീകരിക്കേണ്ട നിലപാട് എന്താണ്? സോ അനില, നമുക്കറിയാം അമേരിക്കൻ മാർക്കറ്റിൽ ബോത്ത് ഡൗ ജോൺസ് ഇൻഡെക്സ് ആൻഡ് നാസ്ഡാക്ക് ഒത്തിരി മാസങ്ങളായിട്ട് വളരെ സ്ട്രോങ് ഒരു ബുള്ളിഷ് മൂവ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് നമ്മൾ ഒരാഴ്ച നീണ്ടുന്ന ഒരു കറക്ഷൻ ആയിരുന്നു കാണാൻ ഇടയായത്. ആൻഡ് ഇന്നലെ നമുക്ക് ഡൗ ജോൺസ് ഇൻഡെക്സ് ആൻഡ് നാസ്ഡാക്കിൽ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് ഇന്ന് കാണാൻ സാധിച്ചത്. സോ മൈ എക്സ്പെക്ടേഷൻ നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ ചുരുങ്ങിയത് ഒരു 500 പോയിന്റിന്റെ നേട്ടമെങ്കിലും ഈ ഒരു റാലിയിൽ തന്നെ നമ്മൾ എക്സ്പെക്ട് ചെയ്യണം. ആൻഡ് ഒരു വീക്ക്നെസ്സും കാണുന്നില്ല. പൂർണ്ണമായിട്ട് ഷോർട്ട് പൊസിഷൻസ് അവോയ്ഡ് ചെയ്യുക അമേരിക്കൻ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ. ആൻഡ് ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിൽ അടുത്ത മേജർ നമുക്ക് റെസിസ്റ്റൻസ് ഉള്ളത് 39,800 പോയിന്റ്. ദാറ്റ് ഇസ് ഫ്രം കറന്റ് ലെവൽ ഓൾമോസ്റ്റ് 700 പോയിന്റിന്റെ നേട്ടം നമുക്ക് ഡൗ ജോൺസ് ഇൻഡെക്സിൽ എക്സ്പെക്ട് ചെയ്യാം. സർ, കമ്മോഡിറ്റി വിപണിയിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ ക്രൂഡിൽ ഇന്നിപ്പോൾ വ്യാപാരം തുടങ്ങിയ ആദ്യ മണിക്കൂറിൽ ഒരു പോസിറ്റീവ് ടോൺ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. സർ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സൂചിപ്പിച്ചിരുന്നത് പോലെ പ്രത്യേകിച്ചും ബ്രെന്റ് ക്രൂഡിൽ 83 എന്നൊരു സ്ട്രോങ് റെസിസ്റ്റൻസിന് മുകളിലേക്ക് വരെ ഇന്നത്തെ ഒരു ഇൻട്രാഡേ വ്യാപാരത്തിൽ ക്രൂഡ് ഉയർന്നിട്ടുമുണ്ട്. നിലവിൽ ഒരു നേരിയ ഒരു ഫ്ലാറ്റ് ടോണിലാണ് വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഒരു ഫ്ലാറ്റ് നെഗറ്റീവ് ടോണിലാണ് വ്യാപാരം കൊണ്ടുപോകുന്നത് എന്ന് തന്നെ പറയാം. WTI ക്രൂഡിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ 0.46% ഇടിവിൽ ബാരലിന് 78.25 എന്നൊരു നിലവാരത്തിലാണ് ഇപ്പോൾ വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ബ്രെൻഡിലേക്ക് വരികയാണെങ്കിൽ 0.39% ഇടിവിൽ 83.34 എന്നൊരു നിലവാരവും കീപ്പ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ക്രൂഡുമായി ബന്ധപ്പെട്ട് സർ ഇനി വാച്ച് ചെയ്യുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? സോ WTI ക്രൂഡിന്റെ കേസിൽ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന $80 റെസിസ്റ്റൻസ് തന്നെ. ആൻഡ് എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആഴ്ച തന്നെ ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെടും. സോ ക്രൂഡിന്റെ കേസിൽ നമ്മൾ ഷോർട്ട് പൊസിഷൻസ് ഒന്നും തന്നെ എടുക്കാൻ ശ്രമിക്കരുത്. ഈ സമയത്ത് ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യുക. സർ, ഗോൾഡിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ ഇന്നലെ ഇപ്പോൾ ഗോൾഡിൽ ഒരു ഫ്ലാറ്റ് പോസിറ്റീവ് ടോണിലാണ് ഇന്നിപ്പോൾ വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ട്രൈ ഔൺസിന് 2034 എന്നൊരു നിലവാരത്തിൽ. എന്നാൽ ഇന്നത്തെ ഒരു ഇൻട്രാഡേ പരിശോധിക്കുകയാണെങ്കിൽ 2043 വരെ ഉയർന്നൊരു സ്ഥിതിയും കാണാൻ സാധിക്കുന്നുണ്ട്. ഗോൾഡുമായി ബന്ധപ്പെട്ട് സാറിന്റെ ലോങ് ടേം പെർസ്പെക്റ്റീവ് എന്താണ്? കേസിൽ എനിക്ക് തോന്നുന്നില്ല സ്വർണത്തിന് 2040 മുകളിൽ ഉയർന്നിട്ട് അതിൽ നിന്ന് നമുക്ക് ഒത്തിരി വലിയ നേട്ടം നൽകുമെന്ന്. ആൻഡ് എസ്പെഷ്യലി ഷെയർ മാർക്കറ്റിൽ ഇത്രത്തോളം ബുള്ളിഷ്നെസ് കാണുന്ന സമയത്ത് നമ്മൾ തീർച്ചയായിട്ടും വാട്ട് വി ഷുഡ് ലുക്ക് ടു ഡു ഇസ് ലോങ് പൊസിഷൻസ് പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. ആൻഡ് അങ്ങനെ ഒരു ലോങ് പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും $2,000 സപ്പോർട്ട് വാച്ച് ചെയ്യണം. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ then the long term trend will also turn bearish. സർ, അതിനോടൊപ്പം തന്നെ ഇന്നിപ്പോൾ ആഭ്യന്തര വിപണിയിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ വ്യാപാരം തുടങ്ങിയ ആദ്യ മിനിറ്റുകൾ മുതൽ ഏകദേശം ഒരു അവസാന അരമണിക്കൂറിന് മുമ്പ് വരെ ഒരു ഫ്ലാറ്റ് അല്ലെങ്കിൽ നെഗറ്റീവ് ടോണിൽ ഒരു ശക്തമായ കറക്ഷൻ രേഖപ്പെടുത്തിയിരുന്ന ഒരു വിപണിയായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. എന്നാൽ പിന്നീട് ഒരു അവസാന ഒരു 45 മിനിറ്റിനുള്ളിൽ വലിയൊരു കുതിപ്പാണ് നടത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ചും ഒരു പുതിയൊരു സർവ്വകാല ഉയരമായിട്ടുള്ള 22,252.50 എന്നൊരു നിലവാരം വരെ ഉയരാനും വിപണിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത് 22,217.45 എന്ന നിലവാരത്തിൽ 0.74% അടുത്തൊരു നേട്ടത്തിലുമാണ്. ഇൻട്രാഡേ ലോ നോക്കുകയാണെങ്കിൽ 21,875.25 ആ ഒരു നിലയിൽ നിന്ന് ഏകദേശം 377 പോയിന്റ്സിന്റെ ഒരു മുന്നേറ്റമാണ് ഇൻട്രാഡേയിൽ ഈ ഒരു ലെവലിലേക്ക് എത്താനായിട്ട് നിഫ്റ്റി രേഖപ്പെടുത്തിയിരിക്കുന്നതെന്ന് പറയേണ്ടിയിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ നിഫ്റ്റിയുമായി ബന്ധപ്പെട്ട സാറിന്റെ ലോങ് ടേം പെർസ്പെക്റ്റീവ് എന്താണ്? ഈ ഒരു റാലി കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യതയാണോ സാർ കാണുന്നത്? നമ്മളെ കഴിഞ്ഞ കുറെ ആഴ്ചകളായിട്ട് നമ്മൾ ശ്രദ്ധിച്ചിരുന്ന ഒരു മേജർ റെസിസ്റ്റൻസ് 22,150 ആയിരുന്നു.
ആൻഡ് മെഞ്ഞാന്നത്തെ ട്രേഡിംഗിൽ നമുക്കൊരു അല്പം ബെയറിഷ്നെസ്, ഒരു അല്പം പ്രോഫിറ്റ് ടേക്കിംഗ് അതേ ലെവലിൽ കാണാനും ഇടയായി. ആൻഡ് അനില സൂചിപ്പിച്ചതുപോലെ ഇന്നലെ ഒത്തിരി വോളറ്റിലിറ്റി, ഒത്തിരി പ്രോഫിറ്റ് ടേക്കിംഗ് ഒക്കെ നടന്നതിന് ശേഷം വളരെ സ്ട്രോങ് ആയിട്ടായിരുന്നു നിഫ്റ്റി 50 ക്ലോസ് ചെയ്തത്. അറ്റ് ദ മൊമെന്റ് നമ്മൾ മാർക്കറ്റിൽ ഒരു ഷോർട്ട് പൊസിഷൻ പോലും എടുക്കാൻ ശ്രമിക്കരുത്. ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുക. മൈ എക്സ്പെക്ടേഷൻ നിഫ്റ്റി 50 കറന്റ് ലെവൽസ് നിന്ന് ചുരുങ്ങിയത് നമുക്ക് 400 മുതൽ 500 പോയിന്റിന്റെ നേട്ടം നൽകും. സർ, ഇന്നലെ നിഫ്റ്റി ബാങ്കിലേക്ക് നോക്കിയാൽ ഹെവി വെയിറ്റ് ആയിട്ടുള്ള ഈ ഒരു സൂചിക ഇന്നലെ ഈ ഒരു റാലിയിൽ വലിയ തോതിൽ സപ്പോർട്ട് നൽകിയിട്ടില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് 0.21% ഇടിവിൽ 46,919.8 എന്നൊരു നിലവാരത്തിലാണ്. നിഫ്റ്റി ബാങ്കുമായി ബന്ധപ്പെട്ട് സർ വാച്ച് ചെയ്യുന്ന പ്രധാനപ്പെട്ട ലെവലുകൾ ഏതൊക്കെയാണ്? Anila, Nifty Bank in the case, what has been happening is Nifty Bank, we have been seeing a big correction for the last nearly 6 weeks. So Nifty Bank in a വളരെ മേജർ ഒരു സപ്പോർട്ട് ബേസ് 44,400 പോയിന്റിൽ ഫോം ചെയ്തിട്ടുണ്ട്. നമ്മൾ ശ്രദ്ധിച്ചിരുന്ന ആദ്യത്തെ ഒരു മേജർ റെസിസ്റ്റൻസ് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ 47,200 പോയിന്റ് ആയിരുന്നു. മെനിഞ്ഞാന്നത്തെ ട്രേഡിംഗിൽ അതേ ലെവലിൽ എത്തിയതിനു ശേഷം ഒരു നേരിയ തോതിൽ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് കാണാനിടയാണ്. I don't think ഈ ഒരു correction തുടരുമെന്ന്. This is an excellent opportunity to buy banking stocks. And banking sectorൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു സ്റ്റോക്ക്, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒത്തിരി സ്റ്റോക്സ് ഉണ്ട്. But one of my favorites at the moment is HDFC Bank. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ this is a great bank. ഇന്ത്യയിലുള്ള ഏറ്റവും വലിയ ബാങ്ക്, ലോകത്തെ ഉള്ള ഏറ്റവും വലിയ ബാങ്കിൽ 4ാമത്തെ ഏറ്റവും വലിയ ബാങ്ക് HDFC Bank. ആൻഡ് ഈ ബാങ്കിങ് സ്റ്റോക്കിൽ ഒത്തിരി വലിയൊരു കറക്ഷൻ നേരിട്ട് കഴിഞ്ഞു. ഡൗൺ സൈഡ് റിസ്ക് ഇസ് വെരി വെരി ലോ. സർ, അതിനോടൊപ്പം തന്നെ ഇന്നലെ ഇപ്പോൾ ഈ ഒരു റാലിയിൽ ഏറ്റവും അധികം സപ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ ആ ഒരു ചുക്കാൻ പിടിച്ചിരിക്കുന്ന നിഫ്റ്റി IT സൂചികയാണ്. പ്രത്യേകിച്ചും അമേരിക്കൻ വിപണിയിൽ ഉണ്ടായൊരു വലിയ തോതിലൊരു മുന്നേറ്റം നമ്മുടെ വിപണിയിൽ റിഫ്ലക്ട് ചെയ്തു എന്ന് തന്നെ പറയാം. 1.94% നേട്ടത്തിൽ ഏകദേശം 725 പോയിന്റ്സിനടുത്തൊരു മുന്നേറ്റമാണ് ഇന്നലത്തെ ഒരു ഇൻട്രാഡേയിൽ നിഫ്റ്റി IT സൂചിക രേഖപ്പെടുത്തിയിരിക്കുന്നത്. 38,130.15 എന്ന നിലവാരത്തിൽ നിഫ്റ്റി ITയുമായി ബന്ധപ്പെട്ട് സർ മുന്നോട്ടേക്ക് കാണുന്ന പ്രധാനപ്പെട്ട വ്യൂ എന്താണ്? അതിനോടൊപ്പം തന്നെ ഈ ഒരു സൂചികയിലെ സർ വാച്ച് ചെയ്യുന്ന പ്രധാനപ്പെട്ട സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവലുകൾ ഏതൊക്കെയാണ്? കേസിലെ ഏറ്റവും മുഖ്യമായിട്ടുള്ള ഒരു സപ്പോർട്ട് ലെവൽ 36,400 പോയിന്റ്, ഒരു മൈനർ സപ്പോർട്ട് 37,000 പോയിന്റും കാണാൻ സാധിക്കുന്നുണ്ട്. Now നിഫ്റ്റി IT ഇൻഡെക്സിന്റെ കേസിൽ നമ്മൾ ഇപ്പോൾ തയ്യാറെടുക്കേണ്ടത് ഇറ്റ് ഈസ് ഫോർ എ ന്യൂ ഓൾ ടൈം ഹൈ. So Nifty IT index is set to break into a new all-time high. നമ്മൾ അതുകൊണ്ട് തന്നെ നിഫ്റ്റി ഹെവി വെയ്റ്റ്സിൽ നമ്മൾ ഒത്തിരി ശ്രദ്ധ കൊടുക്കേണ്ടിയിരിക്കുന്നു. നിലവിലുള്ള നിഫ്റ്റി IT ഇൻഡെക്സിന്റെ ഓൾ ടൈം ഹൈ ഇസ് 39,446. ആ ഒരു ലെവൽ താമസിക്കാതെ തന്നെ ബ്രേക്ക് ചെയ്യപ്പെടും. സർ, അതിനോടൊപ്പം തന്നെ ഇന്നലെ നിഫ്റ്റി ITയിൽ വലിയ തോതിൽ ആ മുന്നേറ്റത്തിൽ പങ്ക് വഹിച്ചിരിക്കുന്ന TCSന്റെ ഓഹരികളായിരുന്നു. ഏകദേശം 2.28% നേട്ടത്തിൽ 4,082.55 എന്നൊരു നിലവാരത്തിലാണ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. ഈ 52 വീക്ക് ഹൈ നോക്കുകയാണെങ്കിൽ ഫെബ്രുവരി 9 രേഖപ്പെടുത്തിയ 4,184.75 എന്നൊരു നിലവാരമാണ്. അതായത് ഏകദേശം അതിനടുത്ത് വളരെ നിന്നുകൊണ്ട് തന്നെയാണ് ക്ലോസിംഗും രേഖപ്പെടുത്തിയിരിക്കുന്നത്. TCSൽ ഇന്ന് സാറ് വാച്ച് ചെയ്യുന്ന പ്രധാനപ്പെട്ട ലെവലുകൾ എന്താണ്? ഈ ഒരു ഓഹരിയിൽ പ്രധാനമായിട്ടും ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി വരണമെങ്കിൽ വാച്ച് ചെയ്യേണ്ട ലെവൽ ഏതാണ്? ഓപ്പർച്യൂണിറ്റി നിലവിലുള്ള പ്രൈസ് ലെവൽ തന്നെ. കഴിഞ്ഞ ഒരു 10 ദിവസമായിട്ട് നമുക്ക് TCSന്റെ കേസിൽ നല്ലൊരു പ്രോഫിറ്റ് ടേക്കിംഗ് കാണാനിടയായി. ആൻഡ് ഇന്നലത്തെ ശക്തമായ ക്ലോസിനെ തുടർന്ന് കറക്ഷൻ ഇസ് ഓവർ. സോ നമുക്ക് കറന്റ് ലെവൽസിൽ ഫോർ എ ലോങ് ടേം പോർട്ട്ഫോളിയോ തീർച്ചയായിട്ടും HDFC ബാങ്കിന്റെ കൂടെ തന്നെ ആഡ് ചെയ്യാവുന്ന ഒരു സ്റ്റോക്കാണ് TCS. TCSന്റെ കേസിൽ ആദ്യത്തെ ഒരു മേജർ റെസിസ്റ്റൻസ് ഇത് ഫേസ് ചെയ്യാൻ പോകുന്ന 4,150 രൂപയിലായിരിക്കും. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചുരുങ്ങിയത് ഒരു 150 രൂപയുടെ നേട്ടമെങ്കിലും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അതിന്റെ മുകളിലുള്ള നമ്മുടെ മേജർ റെസിസ്റ്റൻസ് 4,450 രൂപയിലായിരിക്കും.
യെസ് സർ. അതിനോടൊപ്പം തന്നെ സാറിനോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, ഇന്നലെ FMCG മേഖലയിലും പ്രത്യേകിച്ചും വ്യാപാരത്തിന്റെ ഒരു അവസാന അരമണിക്കൂർ വരെയും ഒരു നേരിയൊരു നേട്ടം അല്ലെങ്കിൽ ഫ്ലാറ്റായിട്ട് തുടർന്ന സൂചിക പിന്നീട് 1% അധികം കുതിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. അതിൽ സാറിനോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ITC തന്നെയാണ്. കഴിഞ്ഞ കുറച്ചു നാളുകളായിട്ട് വളരെയധികം അണ്ടർ പെർഫോമിംഗ് ആയിട്ടൊരു ഓഹരി ഇന്നലെ വലിയ തോതിൽ ഒരു കയറുന്ന കാഴ്ചയാണ് കണ്ടത്. ഏകദേശം 2% നേട്ടം നൽകാനായിട്ട് ഇന്നലത്തെ ഒരു വ്യാപാരത്തിൽ ITCക്ക് സാധിച്ചിട്ടുണ്ട്. ITCയുമായി ബന്ധപ്പെട്ട് സാറിന്റെ ലോങ് ടേം പെർസ്പെക്റ്റീവ് എന്താണ്? എക്സ്ട്രീംലി ബുള്ളിഷായി വന്നുകൊണ്ടിരിക്കുന്നു. സോ നിഫ്റ്റി 50യുടെ കേസിൽ ഞാൻ ഇത്രയും ബുള്ളിഷ് ആകാനുള്ള കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിഫ്റ്റി 50യില് ഹെവി വെയ്റ്റ്സില് റാലിയിൽ ഒന്നും തന്നെ കഴിഞ്ഞ ഒത്തിരി മാസങ്ങളായിട്ട് പങ്കെടുക്കാത്ത ഒത്തിരി സ്റ്റോക്സിലെ ബൈയിങ് ഇൻട്രസ്റ്റ് വന്നു തുടങ്ങിയിട്ടുണ്ട്. സോ ഞാൻ നേരത്തെ TCSനെ കുറിച്ച് പറഞ്ഞു, HDFC ബാങ്കിനെ കുറിച്ച് പറഞ്ഞു, ആൻഡ് നമുക്ക് ഇനി ആഡ് ചെയ്യാവുന്നത് തീർച്ചയായിട്ടും ITC കറന്റ് ലെവൽസിൽ നിന്നും ഞാൻ ചുരുങ്ങിയത് ഒരു 50 മുതൽ 60 രൂപയുടെ നേട്ടം എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് ആൻഡ് ടൂബ്രോയില് നല്ലൊരു ലോ റിസ്ക് ബൈയിങ് അവസരം കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഏഷ്യൻ പെയിന്റ്സിന്റെ കേസിൽ നല്ലൊരു ലോ റിസ്ക് ബൈയിങ് അവസരം കാണാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് നമുക്കറിയാം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ ഒത്തിരി ബുള്ളിഷ്നെസ് വന്നു കഴിഞ്ഞു. ICICI ബാങ്ക് ഇസ് വെരി ബുള്ളിഷ്. സോ തീർച്ചയായിട്ടും വി ക്യാൻ എക്സ്പെക്ട് എ ലോട്ട് ഓഫ് ഗെയിൻസ് ഇൻ ദ നിഫ്റ്റി 50. യെസ് സർ. അതിനോടൊപ്പം തന്നെ സാറിനോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു ഓഹരി എന്ന് പറയുന്നത് അദാനി ഗ്രൂപ്പിൽ നിന്നുള്ള അദാനി വിൽമറുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഇന്നലെ അദാനി വിൽമറിലും ശക്തമായിട്ടൊരു ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിച്ചിട്ടുണ്ട്. ഈ ഒരു ഓഹരിയിലുള്ള സാറിന്റെ ലോങ് ടേം വ്യൂ എന്താണ്? Starting with a disclosure, personally എനിക്കൊരു പൊസിഷൻ ഉണ്ട് അദാനി വിൽമറിൽ, ആൻഡ് ഐ എം ഡെഫിനറ്റ്ലി ലുക്കിംഗ് അറ്റ് ഇറ്റ് ആസ് എ ടേൺ അറൗണ്ട് സ്റ്റോറി. സോ കഴിഞ്ഞ 2 ക്വാർട്ടേഴ്സിൽ അദാനി വിൽമറിന്റെ ഫൈനാൻഷ്യൽ പെർഫോമൻസ് അത്ര നല്ല മികച്ചതല്ലായിരുന്നു. ബട്ട് കറന്റ് ലെവൽസിൽ നമുക്ക് ലോ റിസ്ക് ആയിട്ട് ഒരു ബൈയിങ് അവസരം അദാനി വിൽമറും നൽകുന്നുണ്ട്. ആൻഡ് തീർച്ചയായിട്ടും വി ഹാവ് ടു ടേക്ക് അഡ്വാൻറ്റേജ് ഓഫ് ദിസ്. എനിക്ക് തോന്നുന്നില്ല അദാനി വിൽമർ 340ന്റെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുമെന്ന്. യെസ് സർ. അതിനോടൊപ്പം സാറിനോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു ഓഹരി LICയുമായി ബന്ധപ്പെട്ടുള്ള സാറിൻ്റെ ഒരു വ്യൂ ആണ്. LICയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ സാർ പലതവണ പറഞ്ഞിട്ടുണ്ട് ലോങ് ടേമിൽ കൈവശം സൂക്ഷിക്കാൻ സാധിക്കുന്ന ഒരു ഓഹരി തന്നെയാണ് എന്ന്. ഇന്നലെ 2.04% നേട്ടത്തിൽ 1060.75 എന്നൊരു നിലവാരത്തിലായിരുന്നു LIC ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓഹരിയുടെ 50 വീക്ക് ഹൈ നോക്കുകയാണെങ്കിൽ ഫെബ്രുവരി 9 രേഖപ്പെടുത്തിയ 1175 എന്ന നിലവാരമാണ്. അതിനുശേഷം ഓഹരിയിൽ ഒരു ശക്തമായിട്ടൊരു പ്രോഫിറ്റ് ബുക്കിംഗ് കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായിട്ട് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു ഓഹരിയുമായി ബന്ധപ്പെട്ട് സാറിന്റെ ലോങ് ടേം വ്യൂ എന്താണ്? ഇതിലിപ്പോൾ ഒരു ലോ റിസ്ക് ബൈയിങ് അവസരം സാർ കാണുന്നുണ്ടോ? LICയുടെ ഒരേ ഒരു ഇഷ്യൂ ഞാൻ കാണുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, LIC കഴിഞ്ഞ ഒത്തിരി ആഴ്ചകളായിട്ട് നമുക്ക് ഒത്തിരി നേട്ടം നൽകിയിട്ട് കാര്യമായിട്ടൊരു പ്രോഫിറ്റ് ടേക്കിംഗ് ഈ സ്റ്റോക്കിൽ വന്നിട്ടില്ല. ലോങ് ടേം ട്രെൻഡ് ഇസ് വെരി മച്ച് ബുള്ളിഷ്. നമ്മളൊരു പ്യുവർ ട്രേഡിംഗ് പെർസ്പെക്റ്റീവിൽ നിന്ന് ഒരു പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ യു ക്യാൻ ഡെഫിനറ്റ്ലി കറന്റ് ലെവൽസിൽ തന്നെ നമുക്കൊരു ലോങ് പൊസിഷൻ എടുക്കാൻ ശ്രമിക്കാം. അങ്ങനെ ഒരു ലോങ് പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ 965 രൂപ സപ്പോർട്ടായിട്ട് വാച്ച് ചെയ്യണം. സർ, ഏതായാലും ധാരാളം പ്രേക്ഷകർ ക്വയറീസുമായി എത്തിയിട്ടുണ്ട്. അതിൽ സംഗീത് സന്തോഷ് എന്നൊരു പ്രേക്ഷകൻ ഇക്വിറ്റ സ്മോൾ ഫിനാൻസ് ബാങ്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാറിൻ്റെ ഒരു വ്യൂ ആണ് ചോദിച്ചത്. ഈ ഒരു ഓഹരിമേലുള്ള സാറിൻ്റെ ലോങ് ടേം പെർസ്പെക്റ്റീവ് എന്താണ്? സോ ഈക്വിറ്റാസ് സ്മോൾ ഫൈനാൻസ് ബാങ്ക് ഡിസംബർ മാസത്തിൽ 115 രൂപയിലായിരുന്നു അതിന്റെ ഒരു ടോപ്പിംഗ് ഔട്ട് പാറ്റേൺ നമുക്ക് കാണാൻ സാധിച്ചത്. അതിനെ തുടർന്ന് സ്റ്റോക്കിൽ ഒരു നല്ല കനത്ത സെല്ലിംഗ് നടന്നിട്ടുണ്ട്. അറ്റ് ദ മൊമെന്റ് ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആണെങ്കിൽ പോലും ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസ് ആയിട്ടാണ് കാണുന്നത്. 112 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ മാത്രമേ ഈ സ്റ്റോക്കിൽ നമുക്കൊരു ബൈയിങ് അവസരം ലഭിക്കാൻ പോകുന്നുള്ളൂ. കാനറ ബാങ്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാറിൻ്റെ ഒരു വ്യൂ കൂടി അദ്ദേഹം ചോദിച്ചിട്ടുണ്ട്. 2.87% നേട്ടത്തിൽ 583.65 എന്നൊരു നിലവാരത്തിലാണ് ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓഹരിയുടെ ഒരു 50 വീക്ക് ഹൈ നോക്കുകയാണെങ്കിൽ ഫെബ്രുവരി 15 രേഖപ്പെടുത്തി 594.7 എന്ന നിലവാരമാണ്. കാനറ ബാങ്കുമായി ബന്ധപ്പെട്ട് സാർ കാണുന്ന വാച്ച് ചെയ്യുന്ന ലെവലുകൾ ഏതൊക്കെയാണ്?
സോ കാനറ ബാങ്കിന്റെ കേസിൽ അണ്ടർടോൺ ഇസ് വെരി വെരി ബുള്ളിഷ്. സോ കഴിഞ്ഞ 5 ദിവസമായിട്ട് നമുക്കൊരു പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ ഇടയായി. ആൻഡ് സ്റ്റോക്കിന്റെ കേസിൽ നമ്മൾ ഏറ്റവും മുഖ്യമായിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ലെവൽ വിൽ ബി 596 രൂപ. 596 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ ഒരു 30 രൂപയുടെ നേട്ടം നമുക്ക് ഇമ്മീഡിയറ്റ്ലി എക്സ്പെക്ട് ചെയ്യാം. സർ, അടുത്തതായിട്ട് രാജേഷ് എന്ന പ്രേക്ഷകൻ ആർ വി എൻ എല്ലുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാറിൻ്റെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി ഇന്നൊരു ഫ്ലാറ്റ് പോസിറ്റീവ് ടോണിൽ 0.12% മാത്രം നേട്ടം രേഖപ്പെടുത്തി 260.65 എന്നൊരു നിലവാരത്തിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 52 ഹൈ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ജനുവരി 23 രേഖപ്പെടുത്തിയ 345.5 എന്ന നിലവാരമാണ്. അതിനുശേഷം വലിയ തോതിലൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ഈ ഓഹരിയിൽ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. ആർ വി എൻ എല്ലുമായി ബന്ധപ്പെട്ട് സാറിൻ്റെ ലോങ് ടേം പെർസ്പെക്റ്റീവ് എന്താണ്? the long term very much bullish and സ്റ്റോക്ക് കഴിഞ്ഞ ഒരു 4-5 ആഴ്ചകളായിട്ട് ഒരു കറക്ഷൻ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആ ലോങ് ടേമിന് വേണ്ടി ഒരു പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിന്റെ ഫൈനാൻഷ്യൽസ് സ്റ്റഡി ചെയ്യണം. ബട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു ഷോർട്ട് ടേം മൊമെന്റത്തിന് വേണ്ടി നമ്മൾ വാങ്ങിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നമ്മൾ 282 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. അത് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഇമ്മീഡിയറ്റ്ലി യു വിൽ ഗെറ്റ് എ ഷോർട്ട് ടേം ബൈങ് ഓപ്പർച്യൂണിറ്റി. സർ, ബിജി തമ്പി എന്ന പ്രേക്ഷകൻ NHPC ലിമിറ്റഡുമായി ബന്ധപ്പെട്ടുള്ള സാറിൻ്റെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി ഇന്നലെ 3.18% നേട്ടത്തിൽ 94.15 എന്ന നിലവാരത്തിലായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. 52 ഹൈ നോക്കുകയാണെങ്കിൽ ഫെബ്രുവരി 5 രേഖപ്പെടുത്തിയ 115.85 എന്ന നിലവാരത്തിലായിരുന്നു. സോ കറന്റ് ലെവൽസിൽ നമുക്ക് കറക്ഷൻ പൂർത്തിയായെന്നൊരു ഇൻഡിക്കേഷൻ ഈ സ്റ്റോക്കിൽ നിന്നും ലഭിക്കുന്നുണ്ട്. ആർ വി എൻ എല്ലിനെ പോലെ തന്നെ ഈ സ്റ്റോക്കിന് കഴിഞ്ഞ 2-3 ആഴ്ചകളായിട്ട് ഒരു നല്ല കറക്ഷൻ നേരിട്ടുകൊണ്ടിരിക്കുന്നു. സ്റ്റോക്കിന് 2 മേജർ സപ്പോർട്ട് ലെവൽസാണ് കാണാൻ സാധിക്കുന്നത്. ആദ്യത്തെ 75 രൂപയിലും അതിനെ തുടർന്ന് 87 രൂപയിലും. എനിക്ക് തോന്നുന്നില്ല 87ന്റെ സപ്പോർട്ട് തന്നെ ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. ബട്ട് സ്റ്റോക്കിൽ ഒരു ശക്തമായിട്ടൊരു ബൈയിങ് മൊമെന്റം കാണണമെങ്കിൽ 100 രൂപയുടെ റെസിസ്റ്റൻസ് ഇത് ബ്രേക്ക് ചെയ്യണം. സർ, അദ്ദേഹം തന്നെ മണപ്പുറം ഫൈനാൻസുമായി ബന്ധപ്പെട്ടുള്ള സാറിൻ്റെ ഒരു വ്യൂ കൂടി ചോദിച്ചിട്ടുണ്ട്. ഓഹരിയിൽ ഇന്നലെ 2.04% നേട്ടത്തോടെ 182.25 എന്നൊരു നിലവാരത്തിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 52 ഹൈ നോക്കുകയാണെങ്കിൽ ഫെബ്രുവരി 8 രേഖപ്പെടുത്തിയ 192.5 എന്ന നിലവാരമാണ്. മണപ്പുറം ഫൈനാൻസിൽ സാറിൻ്റെ ലോങ് ടേം വ്യൂ എന്താണ്? മണപ്പുറത്തിന്റെ ലോങ് ടേം ഇസ് വെരി മച്ച് ബുള്ളിഷ്, ബട്ട് ഷോർട്ട് ടേം സൈഡ് വേസ് ആയിട്ടാണ് കാണുന്നത്. സ്റ്റോക്കിൽ കാര്യമായിട്ടൊരു സ്ട്രോങ് മൊമെന്റം കാണാൻ സാധിക്കുന്നുണ്ട്. സ്റ്റോക്ക് 195ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താലേ നമുക്ക് വളരെ സ്ട്രോങ് ആയിട്ടൊരു ബൈയിങ് ഇൻട്രസ്റ്റ് ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കത്തുള്ളൂ. സർ, മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് അദാനി ടോട്ടൽ ഗ്യാസുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാറിൻ്റെ ഒരു വ്യൂ ആണ്. 0.49% ഇടിവിൽ 1016 രൂപ എന്നൊരു നിലവാരത്തിലായിരുന്നു അദാനി ടോട്ടൽ ഗ്യാസ് ഇന്നലെ വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. ഓഹരിയുടെ 52 ഹൈ നോക്കുകയാണെങ്കിൽ 2023 ഡിസംബർ 8 രേഖപ്പെടുത്തിയ 1259.4 എന്ന നിലവാരമാണ്. ഈ ഒരു ഓഹരിയുമായി ബന്ധപ്പെട്ട് സാറിൻ്റെ ഒരു ലോങ് ടേം പെർസ്പെക്റ്റീവ് എന്താണ്? സോ അദാനി ടോട്ടൽ ഗ്യാസ് ഒരു കൺസോൾട്ടേഷൻ ഫേസ് ആണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ആ ഒരു സ്റ്റോക്കിൽ 1080 രൂപ റെസിസ്റ്റൻസ് ആയിട്ട് വാച്ച് ചെയ്യണം. ഇൻഫാക്ട് ഓൾ അഡാനി സ്റ്റോക്സിൽ ഇന്ന് മുതലുള്ള ട്രേഡിംഗ് സെഷൻസിൽ വളരെ ക്ലോസ് ആയിട്ട് നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം. കാര്യം ഏത് നിമിഷം വേണമെങ്കിലും ഈ സ്റ്റോക്സിലൊക്കെ ഈ കൺസോൾട്ടേഷൻ ഫേസിൽ നിന്ന് നമുക്ക് ഒരു ബ്രേക്ക് ഔട്ട് കാണാൻ സാധിക്കും. അങ്ങനെ ബ്രേക്ക് ഔട്ട് നടക്കുന്നുണ്ടെങ്കിൽ ഷോർട്ട് ടേമിൽ തന്നെ നമുക്ക് ഒത്തിരി നേട്ടം എക്സ്പെക്ട് ചെയ്യാം. സെബി ജോസ് എന്ന പ്രേക്ഷകർ നെസ്ലെ ആയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാറിൻ്റെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി ഇന്നലെ 0.5% നേട്ടത്തിൽ 2558.5 എന്നൊരു നിലവാരത്തിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 52 ഹൈ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ജനുവരി 2 രേഖപ്പെടുത്തിയ 2769.3 എന്ന നിലവാരമാണ്. ഈ ഒരു ഓഹരിയുമായി ബന്ധപ്പെട്ട് സർ വാച്ച് ചെയ്യുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? സോ നെസ്ലെ ഇന്ത്യ അഗെയിൻ ഫണ്ടമെന്റലി വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. ആൻഡ് ഈ സ്റ്റോക്ക് ജനുവരി മാസം മുതൽ ഫെബ്രുവരി തുടക്കം വരെ നല്ലൊരു കറക്ഷൻ നേരിട്ടിരുന്നു.
and the stock is poised to turn around. So current levels financials നമ്മൾ comfortable ആണെങ്കിൽ തീർച്ചയായിട്ടും ലോങ് പൊസിഷൻസ് കൺസിഡർ ചെയ്യാം. ഇതിന്റെ ഒരു മേജർ സപ്പോർട്ട് 2400 രൂപയില. എനിക്ക് തോന്നുന്നില്ല ആ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുമെന്ന്. മുന്നോട്ടേക്ക് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ റെസിസ്റ്റൻസ് 2720, 2740 ആ ഒരു റേഞ്ചിലായിരിക്കും ഈ സ്റ്റോക്ക് റെസിസ്റ്റൻസ് ഫേസ് ചെയ്യാൻ പോകുന്നത്. പ്രണവ് എന്ന പ്രേക്ഷകൻ യെസ് ബാങ്കുമായി ബന്ധപ്പെട്ടുള്ള സാറിന്റെ വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി ഇന്നലെ 6.5% നേട്ടത്തിൽ 27.25 എന്നൊരു നിലവാരത്തിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 52 ഹൈ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഫെബ്രുവരി 9 രേഖപ്പെടുത്തിയ 32.85 രൂപ എന്ന നിലവാരമാണ്. ഈ ഒരു ഓഹരിയിൽ സാർ വാച്ച് ചെയ്യുന്ന പ്രധാന സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവലുകൾ ഏതൊക്കെയാണ്? So Yes Bank is a fantastic momentum play, and സ്റ്റോക്ക് കഴിഞ്ഞ 2-3 ആഴ്ചകളായിട്ട് ഇറ്റ് ഹസ് ബീൻ അണ്ടർഗോയിങ് എ നൈസ് കറക്ഷൻ, ആൻഡ് എനിക്ക് തോന്നുന്നു ഈ ഒരു കറക്ഷൻ അവസാനിച്ചു. ആൻഡ് കറണ്ട് ലെവൽസ് ഇന്നലെ ക്ലോസ് ചെയ്തിരുന്നത് 27 രൂപ 15 പൈസയില. ആൻഡ് ഫ്രം എ മൊമെന്റം പ്ലേ നമുക്ക് തീർച്ചയായിട്ടും കറണ്ട് ലെവൽസിൽ ഒരു പൊസിഷൻ എടുക്കാൻ ശ്രമിക്കാം. അങ്ങനെ ഒരു പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ 31, 34 ആയിരിക്കണം നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ലെവൽസ്. അജി എന്ന പ്രേക്ഷകൻ IRFCയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാറിന്റെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി ഇന്നലെ ഏകദേശം 1% അടുത്ത ഇടിവിൽ 152.7 എന്നൊരു നിലവാരത്തിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓഹരിയുടെ 52 ഹൈ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ജനുവരി 23 രേഖപ്പെടുത്തിയ 192.8 എന്ന നിലവാരമാണ്. ഈ ഒരു ഓഹരിയുമായി ബന്ധപ്പെട്ട സാറിന്റെ ലോങ് ടേം വ്യൂ എന്താണ്? ലോങ് ടേം വ്യൂ ഇസ് വെരി മച്ച് ബുള്ളിഷ്. ബട്ട് ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് കറക്ഷൻ പൂർത്തിയായെന്ന് നമുക്കൊരു സൂചന ലഭിച്ചിട്ടില്ല. നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ റെസിസ്റ്റൻസ് ഇന്ന് 160 രൂപ. 160ന്റെ മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാം. സർ, അടുത്തതായിട്ട് മറ്റൊരു പ്രേക്ഷകൻ MMTCയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാറിന്റെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഈ ഒരു ഓഹരിയിൽ സാർ വാച്ച് ചെയ്യുന്ന പ്രധാനപ്പെട്ട ലെവലുകൾ ഏതൊക്കെയാണ്? MMTCയുടെ ഒരു പ്രോബ്ലം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കമ്പനിക്ക് മികച്ച ഫൈനാൻഷ്യൽസേ അല്ല. ഈ സ്റ്റോക്കിൽ ഒത്തിരി സ്പെക്കുലേറ്റീവ് ട്രേഡിംഗ് നടക്കുന്നുണ്ട്. നമ്മൾ വളരെ കെയർഫുൾ ആയിട്ടായിരിക്കണം ഈ സ്റ്റോക്കിൽ ട്രേഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചെയ്യേണ്ടത്. സ്റ്റോക്കിന്റെ ഏറ്റവും മുഖ്യമായിട്ടുള്ള ഒരു സപ്പോർട്ട് കാണുന്നത് 71 രൂപയില, ആൻഡ് മേജർ റെസിസ്റ്റൻസ് 92. 92ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ ഈ സ്റ്റോക്കിൽ ശക്തമായിട്ടൊരു ബുള്ളിഷ് മൊമെന്റം നമുക്ക് കാണാൻ സാധിക്കത്തുള്ളൂ. സർ, നജീം എന്ന പ്രേക്ഷകൻ നൈക്കയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാറിന്റെ ഒരു ലോങ് ടേം വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. നൈക്ക ഒരു കൺസോൾട്ടേഷൻ ഫേസ് നേരിട്ടുകൊണ്ടിരിക്കുന്നു. സ്റ്റോക്കിന്റെ ഏറ്റവും മുഖ്യമായിട്ട് ഒരു സപ്പോർട്ട് ഏരിയ 140 രൂപ. സ്റ്റോക്കിൽ ശക്തമായിട്ട് നമുക്കൊരു ബുള്ളിഷ് ട്രിഗർ ലഭിക്കണമെങ്കിൽ 158 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. ദ ഇൻട്രസ്റ്റിംഗ് തിങ് അബൌട്ട് നൈക്ക ജനുവരി മാസത്തിൽ 195 രൂപയിലായിരുന്നു ട്രേഡിംഗ് നടത്തിയത്. നല്ല ഒരു മികച്ച ഫൈനാൻഷ്യൽ പെർഫോമൻസ് കഴിഞ്ഞ ക്വാർട്ടറിൽ കാഴ്ചവെച്ചിട്ട് പോലും സ്റ്റോക്കിൽ സെല്ലിംഗ് പ്രഷർ തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കുന്നു. നമ്മളൊരു ലോങ് ടേമിന് വേണ്ടി ഒരു പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മളൊരു അല്പം റിസ്ക് എടുത്തുകൊണ്ട് കറന്റ് ലെവൽസിൽ തന്നെ നമുക്കൊരു ലോങ് പൊസിഷൻ എടുക്കാം. സാറിനെ ഫ്രീ ആക്കുന്നതിന് മുമ്പ് അവസാനമായിട്ട് സൗത്ത് ഇന്ത്യൻ ബാങ്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാറിന്റെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ജേക്കബ് മാത്യു എന്ന പ്രേക്ഷകനാണ് ചോദിച്ചിരിക്കുന്നത്. ഇന്നലെ ഓഹരി 9% നേട്ടത്തിൽ 35.65 എന്നൊരു നിലവാരം വരെ ഉയർന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഓഹരിയിലുള്ള സാറിന്റെ ലോങ് ടൈം വ്യൂ എന്താണ്? ജനുവരി മാസത്തില് 40 രൂപയുടെ ഓൾ ടൈം ഹൈ എത്തിയതിനു ശേഷം സ്റ്റോക്കിൽ ഓൾമോസ്റ്റ് ഒരു മാസം നീണ്ടു നിന്ന ഒരു നല്ല കറക്ഷൻ നമുക്ക് കാണാൻ സാധിച്ചു. കൺസോൾട്ടേഷൻ കറക്ഷൻ പൂർത്തിയായെന്ന് നമുക്ക് സ്ഥിരീകരിക്കാം ഇപ്പോൾ. നമ്മൾ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ കറന്റ് ലെവൽസിൽ തന്നെ നമുക്ക് ഒരു ലോങ് പൊസിഷൻ എടുക്കാം. ആൻഡ് മൈ എക്സ്പെക്ടേഷൻ സ്റ്റോക്ക് അതിന്റെ ഓൾ ടൈം ഹൈ 40 രൂപ ബ്രേക്ക് ചെയ്യും.